ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബർത്ത്ഡേ പാർട്ടിയിൽ ഗായത്രി സുധീഷ് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുകയും വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് സുധീഷ് ഗായത്രി അറിയാതെ പുറത്തേക്ക് ഓടി പോവുകയാണ്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, ലവ് എന്റെ ആളാണെന്ന്, ബോയ് ഫ്രണ്ട് ആണെന്ന്. ഇതിപ്പം ആകെ പ്രശ്നമായല്ലോ. ഞാനും അവളും തമ്മിൽ പ്രേമത്തിലാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ എന്താ ചെയ്യുക? സുധീഷിനെ കാണാതെ ഗായത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഗായത്രിയുടെ കോള് കണ്ട് ടെൻഷനോടുകൂടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോടാന്ന് പറഞ്ഞ് സുധീഷ് ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ഗായത്രി ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് കിളിക്കൂട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ഏട്ടാ, ഇതിലൊരു ഓംലേറ്റ് ഉണ്ട്, അത് ഞാൻ എടുത്തോട്ടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, അത് സുധീഷിന് വേണ്ടിയുള്ളതാടാ. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പൊ നിധി പറയണ, സാറ് ബർത്ത്ഡേ ഫംഗ്ഷന് പോയിരിക്കുകയല്ലേ, കഴിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പൊ സുഭാഷ് പറയണ, ഇല്ല മോളെ, അവൻ വീട്ടിൽ വന്നും ചോദിക്കും. നികേഷ്, നീ എന്റേതെടുത്തോ. അപ്പൊ നികേഷ് പറയണ, വേണ്ട സുഭാഷ് ഏട്ടാ, ഇത് എക്സ്ട്രാ ആണല്ലോ എന്ന് കരുതിയാ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചേ. സുഭാഷ് ഏട്ടൻ അത് കഴിക്കും, എനിക്ക് പാതി എടുക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഓംലേറ്റിന്റെ പാതി നികേഷിന് കൊടുക്കുകയാണ്. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നു. നിധിയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചിട്ട് സുധീഷ് പറയുന്നു, ഞാൻ കൃത്യസമയത്താണല്ലോ വന്നേ, എല്ലാവരും കഴിക്കുന്നതേ ഉള്ളൂ അല്ലേ. സുധീഷ് ഏട്ടൻ കഴിച്ചില്ലെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇല്ലടാ. സുഭാഷ് പറയണ, നീ പോയി കൈ കഴുകിട്ട് വാ, നമുക്ക് കഴിക്കാം. തുടർന്ന് സുധീഷ് ഭക്ഷണം കഴിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്നാ ഞങ്ങൾ വിചാരിച്ചേ, കറി കുറച്ചുകൂടി വിളമ്പട്ടെ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയാണ് സുധീഷ്. സുഭാഷ് വീണ്ടും സുധീഷെന്ന് വിളിക്കുന്നു. അപ്പൊ നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, വിളിച്ചത് കേട്ടില്ലേ. അങ്ങനെ തോളിൽ തട്ടുകയാണ്. എന്താന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, കുറച്ച് കറിയും കൂടി ഒഴിക്കട്ടെ. ഒഴുക്കി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും സംശയത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, ഇപ്പൊ എല്ലാവരും എന്തിനാ എന്നെ നോക്കുന്നേ. നിധി ചോദിക്കാണ്, ബർത്ത്ഡേ ഫംഗ്ഷന് പോയതല്ലേ. നികേഷ് ചോദിക്കാണ്, ഗായത്രിയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, അതേടാ, നീ എന്താ ചോദിക്കുന്നേ, നിന്നെ വിളിക്കാത്തതിന്റെ വിഷമമാണോ. അങ്ങനെയൊന്നുമില്ല സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, അവിടെ നിന്ന് നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലേ. അപ്പൊ സുധീഷ് പറയണ, അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, കേക്കും സ്നാക്സും കൂൾ ഡ്രിങ്ക്സും എല്ലാം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന. അപ്പൊ ഹരീഷ് പറയണ, അവിടെ ഭക്ഷണം ഇല്ലാതിരുന്നു കാണും. അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ലടാ, സുഭാഷ് ഏട്ടന്റെ കൈകൊണ്ടുണ്ടാക്കിയത് കഴിക്കാൻ വേണ്ടിയാ ഞാൻ വന്നേ. സുധീഷ് ഏട്ടൻ അത്രയ്ക്ക് നല്ലവനൊന്നും അല്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ കഴിക്കാനായി പറയുകയാണ് സുധീഷ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി. സുധീഷ് കോള് കട്ട് ചെയ്യുമ്പോൾ ഹരീഷ് പറയണേ, എടുത്ത് സംസാരിക്കണ്ടായിരുന്നു സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ പിന്നെ സംസാരിച്ചോളാം, നീ എടുത്ത് കഴിക്കാൻ നോക്ക്. വീണ്ടും ഗായത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ നോക്കി നികേഷ് പറയുന്നു, ഗായത്രിയെ വിളിക്കുന്നത്, എടുത്ത് സംസാരിക്കും. ആരാണ് ഗായത്രി എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ബസ് സ്റ്റോപ്പിൽ കാണുന്ന പെണ്ണ്. ഫോൺ ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് കോള് കട്ട് ചെയ്യുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാ ആവശ്യമില്ലാത്തടത്തേക്കെല്ലാം പോകുന്നേ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു, അതുകൊണ്ടാ പോയത്. വീണ്ടും ഗായത്രി വിളിക്കുമ്പോൾ നികേഷ് പറയുന്നു, സുധീഷ് ഏട്ടാ, വീണ്ടും ഗായത്രിയാ വിളിക്കുന്നേ, ഫോൺ എടുത്ത് സംസാരിക്ക്. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ സംസാരിച്ചോളാം, നീ ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പൊ ഹരീഷ് പറയണ, ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഇത്രയും കോളോ. ഒന്നുമതിരെ സുധീഷ് പറയണ, ഞാൻ കഴിക്കാതെയല്ലേ വന്നത്, അതുകൊണ്ടാ ഗായു വിളിക്കുന്നത്, എന്തിനാ കഴിക്കാതെ വന്നതെന്ന് ചോദിക്കാൻ. നികേഷ് പതിയെ പറയുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഹരീഷ് പറയണ, അതേടാ, രക്ഷപ്പെടാൻ ശ്രമിക്കുക. വീണ്ടും ഗായത്രി വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഫോൺ എടുക്കാൻ ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ വിളിക്കുന്നത്, അതുകൊണ്ടാ എടുക്കാത്തെ. അപ്പൊ ഹരീഷ് പറയണ, അങ്ങനൊന്നും ഫോൺ എടുക്കാത്ത ആളല്ലല്ലോ സുധീഷ് ഏട്ടൻ. സുഭാഷ് പറയണ, അവൻ പറഞ്ഞില്ലേ ഒന്നുമില്ലെന്ന്, നീ അത് വിട്. അപ്പൊ ഹരീഷ് പറയണ, എന്തോ നടന്നിട്ടുണ്ട്, അത് പറയില്ല. ഇത് കേട്ട് സുഭാഷ് പറയണ, ഹരീഷ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവൻ കഴിക്കട്ടെ. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് ഭക്ഷണം കഴിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷും നിധിയെ നോക്കുന്നു. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് ദിവ്യ വിളിക്കുകയും ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് നിധി പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ്, അകത്ത് കട്ടിലിൽ കിടക്കുന്ന ഭാസ്കരനെ മൂടി പുതച്ച് ചുമക്കുകയാണ് ഭാസ്കരൻ. അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, പുറത്തെപ്പോഴും കിടക്കുന്ന ആള് അകത്ത് കിടക്കുന്ന എന്താണെന്നാണോ. ഇന്നലെ മഴയായിരുന്നു, തണുപ്പ് താങ്ങാനാകാതെ ഇവിടെ വന്ന് കിടന്നാണെന്ന് തോന്നുന്നു. അപ്പൊ നിധി പറയണ, അതല്ല, നേരത്തെ എഴുന്നേക്കുന്ന ആളല്ലേ, വയ്യാൻ തോന്നുന്നു. അപ്പൊ സുധീഷ് പറയണ, ഒന്ന് പോ നിധി, രാത്രി കള്ളു കുടിച്ചു വന്നിട്ട് ഉറങ്ങുക, അത് വലിയ സീരിയസ് ആയിട്ടൊന്നും കാണണ്ട. തുടർന്ന് ഇന്ന് രാവിലെ ദോശയാണോ എന്നാ നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എന്ത് ചോദ്യമാണോ ഇത്, സുഭാഷേട്ടൻ ദോശയല്ലേ ഉണ്ടാക്കൂ. അപ്പൊ നിധി പറയണ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ സുധീഷ് തന്നെ വന്ന് ഉണ്ടാക്ക്. അയ്യോ, നിധി അവിടെ ഉണ്ടായിരുന്നോ, അറിയാതെ പറഞ്ഞു പോയതാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പെങ്ങളുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, പെങ്ങളൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. സോറി ഇടാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ചോദിക്കണ, ഞാൻ പെങ്ങളാണെന്ന് പറഞ്ഞാൽ സുധീഷിന് എന്താ, അതെന്ന് പറഞ്ഞാൽ നിധിക്ക് മനസ്സിലാകില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഉച്ചയ്ക്ക് എന്താ സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയണ, സാമ്പാറുണ്ട്, ആലു ഫ്രൈയും. എല്ലാവരും ഞെട്ടി സുഭാഷിനോട് ചോദിക്കുന്നു, എന്താ പറഞ്ഞേ. ഒന്നുമതിരി സുഭാഷ് പറയുകയാണ്, അതാ ഉരുളക്കിഴങ്ങ്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ കേട്ടോ, ആലു ഫ്രൈ, ആലു. സുധീഷ് ചോദിക്കുന്നു, ഓ അങ്ങനെ, ആലു
ആലു ഫ്രൈ. എന്താ സുഭാഷ് ഏട്ടാ, ചാന്ദിനി പഠിപ്പിച്ചു തന്നാണോ? അവിടേക്ക് ഹരീഷിനോട് നികേഷ് പറയണ, ഹരീഷ് ഏട്ടാ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം എന്താണെന്ന് അറിയോ? സാമ്പാറും ആലു ഫ്രൈയും. ഹരീഷ് ചോദിക്കുന്നു, ആലു അങ്ങനെ പറഞ്ഞ എന്താ? അപ്പൊ സുധീഷ് പറയണ, ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, അതിന് ഹിന്ദിയില് ആലു എന്നാ പറയുന്നത്. സുഭാഷ് ഏട്ടൻ എന്താ ആലു ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഒന്ന് പോയെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് ചോദിക്കണ, സുഭാഷ് ഏട്ടാ കത്തിയുമായിട്ട് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ നികേഷ് പറയുന്നു, വേറെ എന്ത് ചെയ്യാൻ, ആലു ഫ്രൈ. അപ്പൊ സുധീഷ് പറയുന്നു, നീ വിടടാ, സുഭാഷ് ഏട്ടൻ ആലു ഫ്രൈ ഉണ്ടാക്കട്ടെ. ഞാൻ എപ്പോഴാടാ അങ്ങനെ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അത് വിടെന്ന് പറയുകയാണ് ഹരീഷ്. സുഭാഷ് പറയണ, എടാ ആലു ഫ്രൈ. അപ്പൊ നികേഷ് പറയണ, കേട്ടില്ലേ ഇപ്പൊ പോലും ആലു ഫ്രൈ എന്നാ വായി വരുന്നത്. ഭാസ്കരൻ ചുമക്കുന്നത് കേട്ട് അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, എന്തു പറ്റിയച്ചാ, വയ്യാതിരിക്കുകയാണോ? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സുഭാഷ് ഏട്ടാ ഇങ്ങോട്ടൊന്ന് വരണേ. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലാവരും അരികിലേക്ക് വരികയാണ്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ അച്ഛന് നല്ല പനിയുണ്ട്. പനിയൊന്ന് ചോദിച്ച് നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് സുഭാഷ്. നിധി ചോദിക്കുന്നു, തെർമോമീറ്റർ നമ്മുടെ കയ്യിലുണ്ടോ? അതൊന്നും നമ്മുടെ വീട്ടിലില്ലാന്ന് സുഭാഷ് പറയും. നിധി പറയണം, പിന്നെ എന്താ ചെയ്യുക, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ശരി നമുക്ക് പോകാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, അച്ഛൻ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഭാസ്കരൻ പറയുന്നു, ചെറിയൊരു പനിയാണ്ടാ, ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ട. ഇതെന്താ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരാത്തത്? ഗുളികയുണ്ടോ സുഭാഷ് ഏട്ടാ നമ്മുടെ കയ്യിലെന്ന് നിധി ചോദിക്കുമ്പോൾ അകത്തിരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നിധിയുടെ പിന്നാലെ അകത്തേക്ക് വന്ന സുധീഷ് പറയണ, വിട്ടേര് നിധി, എന്തു പറഞ്ഞാലും തർക്കുത്തരമല്ലേ വരത്തുള്ളൂ. ഞാൻ സുധീഷിനോടൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളുടെ കാര്യം നോക്കി പോന്ന് പറഞ്ഞ് സുഭാഷ് കൊണ്ടുവരുന്ന ടാബ്ലറ്റ് എല്ലാം എടുത്ത് നോക്കുകയാണ് നിധി. സുധീഷ് പതിയെ ഹരീഷിനോട് പറയുന്നു, നിധിയെ പോലെ നീതു കെയറിംഗ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ, അത് നീ പ്രതീക്ഷിക്കണ്ട. അവള് കാരണം നിനക്ക് പനി വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചോ. നിധി പറയണ, സുഭാഷേട്ടാ ഇതാ, ഭക്ഷണം കഴിച്ചാലുടനെ ഇത് കൊടുക്കണം. ഭക്ഷണം ആയോ സുഭാഷേട്ടാ? ഇപ്പൊ റെഡിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. സുധീഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധി ചോദിക്കാണ്, നികേഷേ ഇന്ന് വണ്ടി ബസ് സ്റ്റോപ്പിൽ പോകാതെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. ഇത് കേട്ട് സുധീഷ് ശ്രദ്ധിക്കുമ്പോൾ ഹരീഷ് പറയാണ്, ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ സീനിടാൻ പോകാറുള്ളതല്ലേ, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പൊ സുധീഷ് പറയണ, നമുക്ക് വേണ്ട ആള് വരാതെ നമ്മൾ അവിടെ പോയിട്ട് എന്താ കാര്യമുള്ളേ? ഗായു ഇന്ന് കോളേജിൽ പോകുന്നില്ല, ലീവാ. രാവിലെ മെസ്സേജ് അയച്ചായിരുന്നു, എന്തോ പ്രശ്നമുണ്ട് എട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, നിന്നോട് ചോദിച്ചായിരുന്നോ നീ കോളേജിൽ പോകാൻ നോക്ക്. സുഭാഷ് എല്ലാവർക്കും ലഞ്ച് ബോക്സ് കൊണ്ട് കൊടുക്കുകയാണ്. ഹരീഷ് അവിടെ നിന്ന് പോകുന്നു. നികേഷ് പറയണ, എട്ടത്തി നമുക്കും പോകാം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോയി കഞ്ഞി എടുത്തോണ്ട് വന്ന് ഭാസ്കരന് കൊടുക്കുകയാണ്. ഭാസ്കരനെ തട്ടി വിളിച്ചുകൊണ്ട് നിധി പറയുന്നു, അച്ഛാ കഞ്ഞി കൊണ്ടുവച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് അത് കുടിച്ചിട്ട് ഗുളിക കഴിക്കണേ. ഞാൻ കഴിച്ചോളാന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയണ, മറക്കാതെ എടുത്ത് കഴിക്കണേ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ നീ തന്നെ കഞ്ഞി എടുത്തു കൊടുത്തോ? കൊടുത്ത് സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, മോള് പൊയ്ക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. അപ്പൊ നിധി പറയുന്നു, നല്ല പനിയുണ്ട്, വൈകുന്നേരം വരെ നോക്കാം, കുറയുന്നില്ലെങ്കിൽ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അച്ഛാ കഴിച്ചിട്ട് ഗുളിക എടുത്ത് കഴിക്കണേ, ഞാൻ വൈകുന്നേരം വന്ന് അച്ഛനെ കാണാം. ശരി മോളേന്ന് ഭാസ്കരൻ പറയുമ്പോൾ നികേഷ് പറയണ, ഏട്ടത്തി നമുക്ക് പോകാം. പോകാട്ടെ നികേഷ്, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ നികേഷും പോകുന്നു. സുഭാഷ് ഭാസ്കരനെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, അച്ഛാ കഞ്ഞി കുടിച്ചിട്ട് ഈ ഗുളിക എടുത്ത് കഴിക്കും. ശരി എന്ന് പറഞ്ഞ് ഭാസ്കരൻ ആ ഗുളിക എടുത്ത് കഴിക്കുകയാണ്. സുഭാഷ് അകത്തേക്ക് പോകുന്നു. തുടർന്ന് സുധീഷ് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ കസ്റ്റമർ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗായത്രി. സുധീഷ് കോള് കട്ട് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ പറയുകയാണ്, സുധീഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ കാറൊക്കെ വാങ്ങി സ്വന്തമായിട്ട് ട്രാവൽസ് തുടങ്ങണമെന്ന്, എപ്പോഴാ നീ ഇത് തുടങ്ങാൻ പോകുന്നേ? അപ്പൊ സുധീഷ് പറയണ, തുടങ്ങണം സാർ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പണം വേണ്ടേ? ആ കസ്റ്റമർ പറയണ, ബിസിനസ്സിൽ നിന്നാ ഇപ്പൊ കാശ് വരുന്നത്, ബിസിനസ് ചെയ്യുന്നവര് നന്നായി ജീവിക്കുന്നേ, മാസശമ്പളം വാങ്ങുന്നത് പോലെ അല്ലല്ലോ. വീണ്ടും ഗായത്രി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ കസ്റ്റമർ ചോദിക്കാണ്, എന്താ സുധീഷ് വീട്ടിൽ നിന്ന് വൈഫാണോ വിളിക്കുന്നേ? ഇല്ല സാർ ഫ്രണ്ട് ആണെന്ന് സുധീഷ് പറയുമ്പോൾ കസ്റ്റമർ പറയണ, സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. അപ്പൊ സുധീഷ് പറയുന്നത്, ഞാൻ കാർ ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കില്ല സർ. ശരിയെന്ന് കസ്റ്റമർ പറയുമ്പോൾ വീണ്ടും ഗായത്രി വിളിക്കുകയാണ്. സുധീഷ് ദേഷ്യത്തോടു കൂടി കോള് കട്ട് ചെയ്യുന്നു. ഗായത്രി ടെൻഷനോട് കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. തുടർന്ന് കസ്റ്റമർ ഇറങ്ങിയതിനു ശേഷം ഗായത്രി വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി സുധീഷ് പറയുന്നു, 12 മിസ് കോള്. അങ്ങനെ സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. ഗായത്രി പറയണ, സുധീഷ് എത്ര തവണയാ വിളിക്കുക, എന്താ എന്റെ കോൾ എടുക്കാത്തെ? അപ്പൊ സുധീഷ് പറയുന്നു, അത് ഡ്രൈവ് ചെയ്യുകയായിരുന്നു ഗായത്രി, ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല. പറ എന്താ കാര്യം? ഇപ്പോഴല്ല, ഞാൻ ഇന്നലെ രാത്രി മുതൽ സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഗായത്രി പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, രാത്രി മുതലോ? രാത്രി എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഗായത്രി ചോദിക്കുന്നു, ഇന്നലെ പാർട്ടി പകുതിയായപ്പോഴേ എന്താ പോയേ? എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എനിക്ക് വലിയ അപമാനമായി, അവരെല്ലാവരും എന്നെ ഒരുപാട് കളിയാക്കി. സുധീഷ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അപ്പൊ ദേഷ്യത്തോടു കൂടി സുധീഷ് പറയണേ, എടോ ഇയാളുടെ ഫ്രണ്ടായിട്ടാണ് ഞാൻ വന്നത്, ഇയാൾ എന്തിനാ അവരോട് ഞാൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞേ? ഞാൻ എങ്ങനെയാണോ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആകുന്നേ? അപ്പൊ ഗായത്രി പറയണേ, ഞാൻ അങ്ങനെ പറഞ്ഞത് സുധീഷിന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ സുധീഷിനെ പ്രണയിക്കുന്നു, അപ്പം സുധീഷാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ? ടെൻഷനോട് കൂടി സുധീഷ് മനസ്സിൽ പറയണ, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഗായത്രി നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? നീ ചെറിയ പെൺകുട്ടിയല്ലേ, ഞാൻ ഫ്രണ്ട്ലി ആയിട്ടാ നിന്നോട് സംസാരിച്ച്. ഇത് കേട്ട് ഞെട്ടി ഗായത്രി ചോദിക്കുന്നു, ഫ്രണ്ട്ലി ആയിട്ടോ? എനിക്ക് സുധീഷിനെ ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയേ?
തുടങ്ങിയേ? ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് കേട്ട് സുധീഷ് പറയണ, ഗായത്രി നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തെ? നീ ചെറിയ പെൺകുട്ടിയാ. ഞാനാരാ? ഞാൻ വെറും കാർ ഡ്രൈവറാണ്. നീ കോളേജിൽ പഠിക്കുന്ന പെണ്ണ്. നീ ഞാനും തമ്മിൽ ശരിയാകില്ല. ഇതൊക്കെ തെറ്റാണ്. ഇത് കേട്ട് കരഞ്ഞോണ്ട് ഗായത്രി ചോദിക്കുന്നു, അപ്പം സുധീഷിനെ ഇഷ്ടമല്ലേ? സുധീഷിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ സംസാരിക്കാൻ തന്നെ തുടങ്ങി. ഇതുവരെ സുധീഷ് എന്നോട് നല്ല രീതിയിലല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് എന്തു പറ്റി? എന്താ എന്നെ വേണ്ടാന്ന് പറയുന്നേ? അങ്ങനെ ഗായത്രി കരയുമ്പോൾ സുധീഷ് ചോദിക്കണ, ഗായത്രി ഇപ്പൊ നീ എന്തിനാ കരയുന്നേ? ഞാൻ അങ്ങനെയൊന്നും നിന്നോട് പെരുമാറിയിട്ടില്ല. അതാദ്യം നീ മനസ്സിലാക്ക്. നീ എന്നോട് ചിരിച്ച് സംസാരിച്ചതുകൊണ്ടാ ഞാനും നിന്നോട് സംസാരിച്ചേ. എനിക്ക് നിന്നോട് പ്രേമൊന്നുമില്ല. കരഞ്ഞോണ്ട് ഗായത്രി പറയുന്നു. സുധീഷ് പറയുന്നത് കള്ളോ? സുധീഷിന്റെ അനിയൻ നികേഷിനോട് എനിക്ക് നിന്റെ സുധീഷേട്ടനെ ഇഷ്ടമാണ്, ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ സുധീഷിനോട് സംസാരിക്കാൻ പോലും തുടങ്ങിയത്. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ സുധീഷ് എന്നോട് സംസാരിച്ചേ. ഇപ്പൊ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇത് കേട്ട് സുധീഷ് പറയണ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഗായത്രിയോട് സംസാരിച്ചത്. ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. കരഞ്ഞോണ്ട് ഗായത്രി പറയുന്നു, ഇല്ല, പെട്ടെന്ന് സുധീഷിന് എന്നെ ഇഷ്ടമല്ലാണ്ടായി. തുടക്കത്തിൽ നല്ല രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യുകയാ. ഞാൻ സത്യസന്ധമായ സുധീഷിനെ പ്രണയിച്ചത്. എന്നിട്ട് സുധീഷ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ ഗായത്രി പൊട്ടിക്കരയുമ്പോൾ ദേഷ്യത്തോടു കൂടി കോള് കട്ട് ചെയ്യുകയാണ് സുധീഷ്. ഗായത്രി വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും സുധീഷ് കോള് കട്ട് ചെയ്യുന്നു. വീണ്ടും ഗായത്രി വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്